വയനാട് ജില്ലയിൽ മേപ്പാടിയുടെ സമീപത്തുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ചൂരൽമലയിലെ നിവാസികളാണ് ഈ പ്രിയപ്പെട്ടവർ. അവരുടെ പല കുടുംബാംഗങ്ങളും ജീവഹാനി സംഭവിച്ച് പലരുടെയും മൃതദേഹം കിട്ടിയിട്ടില്ല, ചിലരുടെയൊക്കെ കിട്ടി. സംസ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിൽ. അതോടൊപ്പം തന്നെ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഭവനവും അവരുടെ വസ്തുവകകളും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരായി മേപ്പാടി സെൻറ് ജോസഫ് UP സ്കൂളിൽ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ അവരായിരിക്കുന്നു. നമുക്ക് അവരിൽ നിന്ന് അവരുടെ വേദനകളൊന്ന് കേൾക്കാം. ഞങ്ങൾക്ക് തലേ ദിവസം വെള്ളം വന്നപ്പോൾ ഞങ്ങൾ കഴിച്ചിലായി അവിടുന്ന്. പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരവും 6 മണിയാകുമ്പോൾ ഞങ്ങൾ കഴിച്ചിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾ രക്ഷപ്പെട്ട്. പിന്നെ രാത്രി 1 മണിയാകാൻ നേരത്തുണ്ട് വമ്പം വെള്ളം വന്ന് ഒച്ചപ്പാട് കേട്ട് ഞങ്ങൾ മക്കളിലൊക്കെ പറഞ്ഞയച്ചു. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ അയൽവാസികളൊക്കെ പോയി, അവരൊക്കെ വിളിച്ചതാണ്. അങ്ങനെ സംഭവിക്കുന്ന ആർക്കും അറിയില്ലല്ലോ. വീട് മൊത്തം സ്കൂൾ റോട്ടിലത്തെ മൊത്തം വീടുകളും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് പോയിക്കിന്. ഇനി ആരുമില്ല. ഞങ്ങൾക്ക് ഇനി പോയിട്ടുണ്ടെങ്കിൽ തന്നെ കയറി കിടക്കാനൊരു അധീനം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കുടുംബങ്ങളൊക്കെ പോയി. എൻ്റെ ഒരു ഏടത്തിൻ്റെ ഭർത്താവ് പോയി, അവരൊരു മോന് പോയി, ചെറിയ കുട്ടിയാണ്, ആമിന, ചാന്ത് മുഹമ്മദ്. കാര്യം സുഖമില്ലാത്ത ഒരാളായിരുന്നു. അവരൊക്കെ പോയി. അങ്ങനെ ഞങ്ങളെ സുഹൃത്തുക്കളും ഞങ്ങളെ ബന്ധുക്കളും ഞങ്ങളെ അയൽവാസികളും എല്ലാവരും പോയി. ആ നാടേ നശിച്ചു പോയിക്കിന്. ഞങ്ങൾക്ക് കുറേ ആൾക്കാരുടെ ബോഡി കിട്ടി. 150 ബോഡിയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയും ഒരു 200 കൂടുതൽ ബോഡി ഉണ്ടാവാനാണ് അവിടെ സാധ്യത. കാരണം ഇവിടെ ഇവരെ അടുത്ത് താമസിച്ചതിൻ്റെ പെങ്ങളെ മോനും ഭാര്യയായിട്ട് താമസിച്ചിട്ടുണ്ടായത്. ഞങ്ങൾ വൈകുന്നേരം 7:30 മണിക്ക് പോയി അവരെ വിളിച്ചതാ, നിങ്ങൾ ഇവിടെ താമസിക്കല്ലേ, വാ നമുക്ക് അങ്ങോട്ട് മാറി താമസിക്കാറുണ്ട്. ഈ ഉരുൾപൊട്ടലിന്റെ അന്ന് 7:30 മണിക്ക്. പക്ഷെ അവർ വന്നില്ല. രാവിലെ ഞാൻ തെരഞ്ഞു നടന്നിട്ട് ലോകം മുച്ചോട് നടന്നു. ഞാൻ വിചാരിച്ച അവർ വേറെ എവിടെ താമസിച്ചിട്ടുണ്ടാവുന്ന. പക്ഷെങ്കിലും പിന്നീട് മനസ്സിലായി. അപ്പോൾ ആ സ്കൂളിന്റെ ബാക്കിൽ നിന്ന് അവന്റെ ബോഡി കിട്ടി. അവന്റെ ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ച് ഇനി ബാക്കിയുള്ള എല്ലാവരും പോയിരുന്നു. ബാക്കിയുള്ള കിട്ടിയില്ല. ഇനി തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്ര ദിവസം അവിടെ പണിയിലായിരുന്നു. നിലമ്പൂർ പ്രദേശത്ത് ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഒരുവിധം ബോഡികൾ അവിടെ ഉണ്ട്. 53 ബോഡികൾ അവിടെ ഉണ്ട്. അവയവങ്ങൾ കഷ്ണങ്ങൾ ഇപ്പൊ എടുക്കുന്ന ഫുള്ള് കഷ്ണങ്ങൾ, കൈയും കാലും പീസുകളൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. 8 വർഷത്തോളമായി. ഒരുമിച്ച് തോളിൽ കൂടെ കൈയിട്ട് നടന്ന ആൾക്കാരാണ് ഫുള്ള് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവർ തന്നെയാണ്, എൻ്റെ ബാക്കിയുള്ളവർ നഷ്ടപ്പെട്ട മാതിരി തന്നെയാണ് എനിക്കും. എന്നാലും ഒരുപാട് നഷ്ടങ്ങളുണ്ട് അവിടെ. ഇവരൊന്നും വീടെന്ന് പറഞ്ഞത് അവിടെ ഇന്നലെ ഞങ്ങൾ അവിടെ പോയിട്ട് റെസ്ക്യൂ പരിപാടിക്ക് ഞങ്ങൾ അവിടെ പോയതാ. വീടിന്ന് അടയാളം പോലും ഇല്ല. അങ്ങനെ കംപ്ലീറ്റ് തുടച്ചു. അവിടെ ഒരു 200 വീടുകളിൽ കുറയാണ്ട് കംപ്ലീറ്റ് തുടച്ചു പോയിട്ടുണ്ട്. ഒരു പ്രദേശം മുഴുവനും ഒരിക്കലും ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പോലും പിന്നെ വെള്ളം കയറി. കാരണം നമ്മളിവിടെ വെള്ളം കയറുമ്പോൾ മാറി താമസിക്കുന്ന ഏരിയകളായിരുന്നു കുറച്ച് പൊക്കം കൂടുതൽ സ്ഥലമൊക്കെ. അതുവരെ കംപ്ലീറ്റ് എല്ലാ വീടുകളും പോയി. മാറി താമസിച്ചവനും വിരുന്നിന് വന്ന് അവിടെ ഇപ്പോൾ വീരാൻകാരൻ്റെ പിന്നെ നമ്മളെ പരിചയക്കാരുണ്ട്, അയാളും അയാളെ ഭാര്യയും അവരെ അവിടെ താമസിക്കുന്ന റിസ്ക് ആണെന്ന് വിചാരിച്ചിട്ട് മകന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നതാ. അവര് കുടുംബം ഫാമിലി ഫുള്ളായിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാം സാറേ, ഗവൺമെന്റ് ഇതിന് ശരിക്കും ഇതിൽ ഇടപെട്ട് ഞങ്ങൾക്കൊക്കെ ഒരു ജീവിത മാർഗം ഉണ്ടാക്കി തരാം. തൊഴിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ഞങ്ങൾ ജീവിച്ചോളാം. പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കാനൊരു കൂര, ഞങ്ങൾക്ക് ഇവിടുന്ന് പോയാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലമില്ല. ഞങ്ങൾ എവിടെ പോകുന്ന ചിന്തിക്കുന്നത്. ഗവൺമെന്റ് ഇതിന് ശരിക്കും ഇടപെട്ട് ഞങ്ങൾക്കൊരു അധീനം ഉണ്ടാക്കി തരണം. ഞങ്ങളില്ലെങ്കിൽ പറഞ്ഞിരുന്നു. പക്ഷെ അവര് 2 മാസം വരെ അവർ താമസിച്ച് വാടക കൊടുത്തിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഫുള്ള് കഷ്ടപ്പാട് തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ. അതേപോലെ ഇപ്രാവശ്യം ആവരുത്. അതിനൊരു ഉറപ്പ് തന്നിട്ടേ ഞങ്ങൾ എങ്ങോട്ടും പോവുള്ളൂ. കാര്യങ്ങളൊക്കെ നല്ല പിന്നെ ഇതായിട്ട് തന്നെ കോടീകരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് വരെ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ക്യാമ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാവരും മാറ്റി പാർപ്പിച്ച് എയർ ക്രാഫ്റ്റ് കൊടുന്ന് അപ്പുറത്ത് കുടുങ്ങിയ ആളുകളൊക്കെ പിന്നെ എടുത്തുകൂടെ കൊണ്ടുവന്ന് വളരെ കരുതലോടും വളരെ സൂക്ഷ്കാന്തിയോടും ഈ കാര്യങ്ങളൊക്കെ വളരെ ചെയ്തു. നമ്മളിത് ഇല്ലാതെന്ന് പറയരുതല്ലോ. എല്ലാ കാര്യങ്ങളും വൃത്തിയും വെടിപ്പോടെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ നിമിഷം വരെ എല്ലാവർക്കും പിന്നെ ഇവിടെ വന്ന ആൾക്കാർക്ക് ഭക്ഷണം, വസ്ത്രം, മറ്റ് സാമഗ്രികളെല്ലാം എടുത്ത് കിടക്കാനുള്ള സംവിധാനം, എല്ലാം മരുന്ന്, ഡോക്ടർ, എല്ലാ സംവിധാനവും വളരെ പെർഫെക്റ്റാണ് ഇതുവരെ. ഒരു നാടിൻ്റെ മുഴുവൻ നൊമ്പരവും ഇവരുടെ ഉള്ളിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവരുടെ ആശങ്ക
മുൻകാലങ്ങളിലെ പോലെ വാഗ്ദാനങ്ങളിൽ മാത്രം സർക്കാർ ഒതുങ്ങുമോ, അതോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നീക്കുവാൻ, അവർക്കൊരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കുവാൻ സർക്കാർ മുൻകൈയെടുക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം അവരുടെ മുഖത്തു നിന്നും ഹൃദയത്തിൽ നിന്നും ഒരുപോലെ ഉയർന്നു വരികയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഈ തരുണത്തിൽ സർക്കാരിനോടും കൂടെ ചേർന്ന് ചോദിക്കേണ്ടതാണ്. ഒന്നും പറയാനില്ല.